ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ്. റേഷൻ കടയിൽ നിന്ന് മേടിച്ച കിറ്റിലുണ്ടായിട്ടുള്ള ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഈ ഗോതമ്പ് നുറുക്ക് കിട്ടിയിട്ടില്ലേ? അപ്പോൾ വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് നുറുക്കാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊന്ന് വാർത്ത് വെക്കണം. ഇനി കുക്കറിൽ ഒരൽപ്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ടെങ്കിൽ ഇത് കുക്കറിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി കുക്കറിൽ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് നെയ്യൊന്ന് മെൽറ്റായി കിട്ടുമ്പോൾ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട 2 ഗ്രാമ്പൂ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്കാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഒരു 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. നേരത്തെ ഏത് കപ്പിനാണോ ഗോതമ്പ് നുറുക്ക് അളന്നത് അതേ പാത്രത്തിൽ തന്നെ 2.5 കപ്പോളം വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് മെൽറ്റായി വന്നാൽ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം കാഷ്യൂ നട്ടാണ്. ഇതൊന്ന് ഇതുപോലെ ചെറുതാക്കി കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരക്ക് പകരമായിട്ട് ശർക്കര ചേർത്ത് കൊടുത്താലും മതി. പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണ്. ഇതുകൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ വീട്ടിലും ഇതിപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റായി അറിയിക്കുക.